ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് പുറമെ ഇപ്പോൾ മറ്റൊരു പ്രകൃതിവാതക ശേഖരം കൂടി നമ്മുടെ രാജ്യത്ത് കണ്ടെത്തിയിരിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ധനക്ഷാമമുള്ള ഈ സമയത്ത് ഈ കണ്ടെത്തൽ വളരെയധികം നിർണായകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയതിന് പിന്നാലെ നാളെ ഇത് പെട്രോളായിട്ടോ ഡീസലായിട്ടോ പാചകവാതകമായിട്ടോ നമ്മുടെ അടുക്കളയിലോട്ടോ വണ്ടികളിലേക്കോ എത്തില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവർ പര്യവേഷണം നടക്കണം, പല തരത്തിലുള്ള റിസർച്ചുകളും എക്സ്പെരിമെന്റുകളും നടത്തി ഇത് എത്രയുണ്ടെന്നൊക്കെ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ദണ്ഡേവാല പാടത്ത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ഒരു പുതിയ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തി എന്നുള്ളതാണ്. ദണ്ഡേവാല പാടത്തിനുള്ളിൽ ആഴം കുറഞ്ഞ സാനു രൂപീകരണത്തിൽ പ്രകൃതിവാതകത്തിന്റെ ആദ്യത്തെ വിജയകരമായിട്ടുള്ള കണ്ടെത്തലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രാജസ്ഥാൻ തടത്തിലെ ഹൈഡ്രോ കാർബൺ പര്യവേക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയായ പടിഞ്ഞാറൻ രാജസ്ഥാനിലാണ് ദണ്ഡേവാല ഫീൽഡ് സ്ഥിതി ചെയ്യുന്നത്. പെട്രോളിയം പര്യവേക്ഷണ ഉൽപ്പാദക ചട്ടക്കൂടിന് കീഴിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഫീൽഡുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഏകദേശം 950 മീറ്റർ ആഴത്തിലാണ് ഈ കണ്ടെത്തൽ. കിണർ കുഴിച്ചെടുത്തത് പരിശോധനയിൽ പ്രതിദിനം ശരാശരി 25,000 സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതക പ്രവാഹം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പുതിയ മേഖലയിലെ ഗ്യാസ് ഇൻ പ്ലേസ് വിഭവങ്ങൾക്ക് ഏകദേശം 75 ദശലക്ഷം സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ ആണെന്ന് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഗ്യാസ് ഇൻ പ്ലേസ് എന്നത് ഉൽപാദനത്തിന് മുമ്പ് ഒരു റിസർവോയറിൽ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന പ്രകൃതിവാതകത്തിന്റെ ആകെ അളവിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പുതിയ മേഖലയിൽ നിന്നുള്ള വാതകത്തിൽ താരതമ്യേന കുറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളടക്കമാണുള്ളത്. ദണ്ഡേവാല ഫീൽഡിനുള്ളിൽ ഒരു ആഴം കുറഞ്ഞ ഭൂമിശാസ്ത്ര യൂണിറ്റാണ് സാനു രൂപീകരണം. ഇത് പടിഞ്ഞാറൻ രാജസ്ഥാനിലെ അവശിഷ്ട ശ്രേണിയുടെ ഭാഗമാണ്. 2026 മെയ് 23 കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി ഈ കണ്ടെത്തലിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് കേരളം.